ഗായ്സ്, നമ്മളിന്ന് രാവിലെ പാടത്തേക്ക് ഇറങ്ങുകയായിരുന്നു. നമ്മൾ പാടത്തേക്ക് ഇറങ്ങുന്ന വഴി കുറേ കാക്ക നമ്മുടെ പേരെ വന്നിരിക്കുന്ന കണ്ടു. അവൻ പറന്ന് ഒരു മൊട്ടക്കൊമ്പുമായിട്ടാണ് വന്നത്. നമ്മുടെ പാടത്ത് ഒരുമാതിരി വെള്ളമൊക്കെ വറ്റിക്കിടക്കുന്നത് കൊണ്ട് ഇവിടെ നിന്നാണ് നമ്മൾ മീൻ പിടിക്കാറുള്ളത്. ഇതാണ് നമ്മുടെ പാടം. ആ കാണുന്ന ചാലിൽ നിന്നും നമുക്ക് മീൻ കിട്ടാറുണ്ട്. നമ്മൾ പണ്ട് ഈ ചാല് കാണുന്ന കണ്ടോ നിങ്ങൾ? നേരെ കിടക്കുന്ന ചാലിൽ കൂടെ അങ്ങ് വരെയും പോയിട്ട് ഞങ്ങൾ മീൻ പിടിക്കുകയായിരുന്നു. പിന്നെ ഈ പാടം മൊത്തം ഇപ്പം വിതച്ചിട്ടേക്കുകയാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് മൊത്തം പച്ചപ്പ് കാണാൻ പറ്റുന്നത്. നമ്മളിനി രാവിലെ എഴുന്നേറ്റ് വന്നപ്പം നമ്മുടെ പേരക്കൊമ്പയിൽ ഒരു കാക്കച്ചേട്ടൻ വന്ന് കൊത്തിയെടുക്കുന്ന കണ്ടു. ഒരു കാക്കച്ചേട്ടൻ നമ്മുടെ ഏറുമാടത്തേലും ഇരിക്കുന്ന കണ്ടു. ഒരു കാക്കച്ചേട്ടൻ ഇവിടെ നിന്നാണ് കൊത്തിക്കുറിക്കുകയാണ്. എല്ലാ കാക്കച്ചേട്ടന്മാരും പറന്നു പോകുന്ന കണ്ടു. ഒരു കാക്കച്ചേട്ടൻ മാത്രം പേടിയില്ലാതെ ഒരു ഓലക്കൊമ്പയിലിരിക്കുകയാണ്. നിങ്ങൾ കണ്ടോ ആ ദൃശ്യം? കാക്കച്ചേട്ടൻ ഒരു പേടിയുമില്ലാതെ അവിടെ ഇരിക്കുന്ന കണ്ടപ്പം നമ്മൾ ആ കാക്കച്ചേട്ടൻ്റെ അടുത്ത് ചെന്നപ്പം കാക്കച്ചേട്ടൻ ശരിക്കും പേടിച്ചിട്ടുണ്ട്. കാക്കച്ചേട്ടൻ അങ്ങോട്ട് പറന്നു പോകാനിരിക്കുന്ന ഇരിപ്പാണ് നിങ്ങൾ ഈ കാണുന്നത്. കണ്ടോ? ചേട്ടനങ്ങോട്ട് പറന്നു പോകാനുള്ള ഇരിപ്പാണ് കാക്കച്ചേട്ടൻ. അവൻ പറന്നു പോയിരിക്കുന്നു. ഇവിടെ ഇപ്പോൾ ഒരു അണ്ണാൻകുട്ടൻ ഇവിടെ കയറിപ്പോകുന്ന കണ്ടോ നിങ്ങൾ? അണ്ണാൻകുട്ടന്മാരും ഈ പപ്പായ തിന്നാനും ഇവിടെയുള്ള വേസ്റ്റ് തിന്നാനുമാണ് വരുന്നത്. ഈ വേസ്റ്റ് കുഴിയിൽ നിന്ന് ഇഷ്ടംപോലെ വേസ്റ്റ് ഉള്ളത് കൊണ്ട് അണ്ണാൻകുട്ടന്മാരും വരും. പിന്നെ ഇവിടെ കഴിഞ്ഞ ദിവസം ഒരു മൂർഖൻ്റെ പടം കണ്ടതാണ്, ഒരു ചിത്രശലഭം. അണ്ണാൻകുട്ടൻ വന്നിരിക്കുന്നത് കണ്ടോ നിങ്ങൾ? അണ്ണാൻകുട്ടൻ്റെ കണ്ടോ? അവൻ കയറിപ്പോവുകയാണ് അണ്ണാൻകുട്ടൻ. നിങ്ങൾ ദൃശ്യം കണ്ടോ അണ്ണാൻകുട്ടൻ വേസ്റ്റ് തിന്നാൻ വന്നതാണ്. ഇതാണ് നമ്മുടെ തൊട്ട് സുഹൃത്ത് ആദി എന്ന് പറയുന്ന ആദിച്ചേട്ടായുടെ വീട്. പിന്നെ നമ്മുടെ ഗിയർ സൈക്കിളാണ് ഇരിക്കുന്നത്. ഒത്തിരി നാളായി സൈക്കിൾ ചവിട്ടിയിട്ട്. അതുകൊണ്ടാണ് സൈക്കിൾ ഇങ്ങനെ വെറുതെ ഇരിക്കുന്നത്. കണ്ടോ? ഒറിജിനൽ ഗിയറാ. കണ്ടോ നിങ്ങൾ? ബെല്ല് കണ്ടോ? കുറേയധികം വിശിഷ്ടമായ കാര്യങ്ങൾ കാണിക്കുകയാണ്.